ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഫസ്മിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫസ്മിനെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഡയറിയെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ കുറേയധികം പേര് കാണാത്തവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഫസ്മിന അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിനെ പറ്റി എന്താണ് ഡയറി എന്നൊന്നും അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എന്താണ് സംഭവം എന്നുള്ളത്. അതിനുശേഷം ഫസ്മിന എന്താണ് പറഞ്ഞതെന്നുള്ളൊരു കാര്യം കൂടി പറയുന്നതാണ്. ഈ ഒരു ഫസ്മിനയുടെ ഡയറിയുടെ വിഷയം തുടങ്ങാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഫസ്മിന ഉണ്ടെങ്കിൽ ലല്ലുവിനെതിരെ കുറേയധികം തെളിവും കാര്യങ്ങളും അവളെ ഉണ്ടെങ്കിൽ അവൻ ചീറ്റ് ചെയ്തു എന്ന് തെളിയിക്കുന്ന കുറേയധികം ഫോട്ടോസ്, അതായത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഫോട്ടോസ് കാണിച്ചു, കുറേയധികം ചാറ്റിൻ്റെ അങ്ങനെ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേയധികം പേര് ഫസ്മിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ഫസ്മിനയുടെ സ്വന്തം ചേച്ചി ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള ഒരു അക്കൗണ്ടിൽ ഒരു ഹോം ടൂർ പോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിനിടയിൽ ഫസ്മിനയുടെ റൂമിൽ കയറുന്നു. റൂമിൽ കയറിയതിന് ശേഷം ഉണ്ടെങ്കിൽ ഫസ്മിനയുടെ ഡയറി ഉണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ മറിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. ആ മറിച്ച് കാണിക്കുന്നതിനിടയിൽ കുറേയധികം കാര്യങ്ങൾ പെട്ടെന്ന് എഴുതിയേക്കുന്ന എല്ലാവരും നോട്ട് ചെയ്യും. അത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈ ഫസ്മിനയുടെ ചേച്ചി ആ ഒരു ഡയറിയൊക്കെ ഉൾപ്പെട്ട ആ ഒരു വീഡിയോ കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേയധികം പേര് ആ ഒരു എന്തിനാണ് ആ ഒരു വീഡിയോ കട്ട് ചെയ്ത് ആ ഒരു ക്ലിപ്പ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞെന്ന് ചോദിച്ചിട്ട് കുറേയധികം പേര് ഫസ്മിനയുടെ ചേച്ചിക്കും ഫസ്മിനയ്ക്കും ഒക്കെ ഇങ്ങനെ നെഗറ്റീവായിട്ടെല്ലാം കമൻറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡയറിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞത് കണക്ക് ജോയിൻ്റ് അടിച്ചു എന്നുള്ള രീതിയിലൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര്, ആ ഒരു വ്യക്തിയായിട്ട് റിലേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഈ ഒരു സമയത്ത് ഇങ്ങനെ റിലേഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേന് ലല്ലു അപ്പുറത്ത് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ഫസ്മിനയായിട്ട് പിരിയാനുണ്ടായ കാരണം ഫസ്മിനയ്ക്ക് വേറൊരാളുമായിട്ട് റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ ആയപ്പോൾ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നീ ഫസ്മിന് ഇത്ര നാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണല്ലേ, ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻസും വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഫസ്മിനെ ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ആദ്യമേ ഒരു വീഡിയോ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം, ഇതിനെ പറ്റിയല്ല എക്സ്പ്ലെയിൻ ഞാനൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ആദ്യമേ ഉണ്ടെങ്കിൽ ലല്ലു പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ആയിട്ടായിരിക്കും ഞാൻ ഓരോ വീഡിയോസായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിനെപ്പറ്റി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുവരെ വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഫസ്മിനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആൾക്കാർ ഫസ്മിനെയൊക്കെ ആ ഒരു ലല്ലുവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിടുന്ന സമയത്തൊക്കെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, എപ്പോഴാണ് ഡയറിയെക്കുറിച്ച് പറയുന്നത്, ഇതുവരെ അതിനെക്കുറിച്ച് പറയാനായിട്ടില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഫസ്മിനെ ചെയ്യും എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഫസ്മിനെ ഉണ്ടെങ്കിൽ ഈ ഡയറിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എനിക്ക് ജോയിൻ്റ് അടിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് ഞാനല്ല, എൻ്റെ ഫ്രണ്ട്സാണ് ചെയ്തത്, ഞാൻ അതൊന്നും യൂസ് ചെയ്യാറോ ഒന്നും തന്നെ ഇല്ല, അതുണ്ടെങ്കിൽ അവരെ പേര് എനിക്ക് പറയാൻ പറ്റില്ല, അവരെൻ്റെ ഫ്രണ്ട്സാണ്, അതുകൊണ്ട് ഞാൻ പേര് പറയത്തില്ല എന്ന് പറയുന്നുണ്ടായത്. പിന്നെ ഇത് ഞാൻ ചെയ്യത്തില്ല, അതായത് ഞാൻ വലിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള തെളിവെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു തെളിവ് കാണിക്കുന്നുണ്ട്. ഒരു പേപ്പർ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇല്ല, ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു തെളിവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ ജയയുടെ കാര്യം പറയുന്നുണ്ട്. ഇതിനകത്ത് ജയ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. ജലാൽ എന്ന് പറഞ്ഞ് കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു, അവൻ എന്നേക്കാൾ 20 വയസ്സ് പ്രായമുള്ള അവനുമായിട്ടാണ് ഞാൻ റിലേഷൻ എന്നൊക്കെ കുറേയധികം പേര് പറഞ്ഞുണ്ടാക്കുന്നു. അങ്ങനെയൊന്നുമില്ല, അവനുമായിട്ട് എന്നേക്കാൾ പ്രായം കുറഞ്ഞ അവനുമായിട്ടൊന്നും അല്ല ഞാൻ റിലേഷനുള്ള, എനിക്കൊരു റിലേഷനുണ്ട്, പക്ഷേ അത് ഞാൻ പബ്ലിക്കായിട്ട് പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഈ ഒരു പയ്യനായിട്ടൊന്നും അല്ല എന്നുള്ള രീതിയിൽ കൂടി ഫസ്മിൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നും കൂടി ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ആ ഒരു വീഡിയോയിൽ ലല്ലുവിൻ്റെ മറ്റ് ചാറ്റുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. വേറെ മറ്റ് പല ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതിനകത്ത് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്.